ഹായ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാലഡു ആണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാലഡു കഴിച്ചവർക്ക് നാവിൻ തുമ്പിൽ ഇപ്പോഴും ആ മധുരം തങ്ങി നിൽക്കുന്നുണ്ടാവും. അത്ര ടേസ്റ്റിയായ, വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന മാലഡു ഉണ്ടാക്കാൻ അതിലേറെ എളുപ്പമാണെന്ന് പലർക്കും അറിയില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദീപാവലിക്കും വിശേഷ അവസരങ്ങളിലും മാത്രമല്ല, മധുരം കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ മാലഡു തീർച്ചയായും ഉണ്ടാക്കിയിരിക്കും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിട്ടോ മാലഡു ഉണ്ടാക്കാൻ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മാലഡുവിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് പൊട്ടുകടലയാണ്. ഞാനിവിടെ 1 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടത് 3/4 കപ്പ് ഷുഗറാണ്. പിന്നെ 3 ഏലക്കായും 1/4 കപ്പ് നെയ്യും. ഇത്രയും മതി നമുക്ക് മാലഡു ഉണ്ടാക്കാൻ. ആദ്യം നമുക്ക് ഈ പൊട്ടുകടലയൊന്ന് പൊടിച്ചെടുക്കാം. 1 കപ്പ് പൊട്ടുകടലയുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലായതുകൊണ്ട് പകുതിയിട്ട് ആദ്യം പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടണം. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ മാലഡു വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു ലഡു ആണല്ലോ. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടണം. തരി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി പകുതി കൂടി പൊടിച്ചെടുക്കുകയാണ്. പൊട്ടുകടലയുടെ ടെക്സ്ചർ നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഒട്ടും പ്രയാസമില്ല ഇത് പൊടിച്ചെടുക്കാൻ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫൈൻ പൗഡറാക്കിയിട്ട് എടുക്കാൻ പറ്റും. രണ്ടാമത് പൊടിച്ചതും ഞാൻ ഈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടിച്ച ജാറിൽ തന്നെ പഞ്ചസാര പൊടിച്ചെടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണിത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 3 ഏലക്കായ കൂടി ചേർത്തിട്ട് ഒരു ഫൈൻ പൗഡറാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞു. ഇത് മിക്സിയുടെ ജാറിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊട്ടുകടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അതുവരെ നമ്മൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് വളരെ ശ്രദ്ധിച്ച് തുടരെ ഇളക്കി കൊടുത്ത് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ പൊടിയുടെ കളറ് മാറരുത്. കളറ് മാറിക്കഴിഞ്ഞാൽ ടേസ്റ്റും വ്യത്യാസമാവും. അതുകൊണ്ട് കളറ് മാറാതെ സൂക്ഷിച്ച് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് കൂടി റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ 3 സ്പൂൺ നെയ്യാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അത് തികയില്ലാന്ന് തോന്നിയപ്പോൾ 1 സ്പൂണും കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഇല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി ഉപയോഗിച്ചിട്ടും ഈ ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ പൊട്ടുകടല പൊടിക്കുന്നതിന് പകരം കടലപ്പൊടി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നാലും ഒതൻറ്റിക്കായിട്ട് മാലഡു റെസിപ്പി എന്ന് പറയുമ്പോൾ പൊട്ടുകടല ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയും മതി. നെയ്യ് ചേർത്താൽ പിന്നെ ഒരു 3 മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരപ്പൊടിയും പൊട്ടുകടല പൊടിച്ചതും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നല്ല ചൂടോടെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. എങ്കിലും ഫ്ലെയിം ഓഫാക്കിയിട്ട് മതി പഞ്ചസാര പൊടിച്ചത് ചേർക്കാൻ. ആ കാര്യം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പഞ്ചസാര ആകെ മെൽറ്റായി പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. എങ്കിലും ഇപ്പോൾ നമ്മളിത് ചൂടോടെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ നെയ്യ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഒരു ടെക്സ്ചറിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. പഞ്ചസാര പൊടിച്ചത് ഇങ്ങനെ കട്ടകളായി കിടക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കണ്ടോ, ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുകയാണ്. ആകെ 1/4 കപ്പ് നെയ്യാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഈ നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിപ്പോൾ ചൂടുള്ളത് കൊണ്ട് നെയ്യ് ഉരുക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല. ചൂടില്ലാത്ത മിക്സ് ആണെങ്കിൽ നമുക്ക് നെയ്യ് ഉരുക്കി ഒഴിക്കേണ്ടി വരും. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഉരുട്ടാൻ പറ്റുന്നില്ല. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ട് വേണം എനിക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഇത് ഉരുട്ടിയെടുക്കാം. ഒരു കൈപ്പിടിയിൽ കൊള്ളുന്ന അത്ര പൊടിയെടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ലഡു കിട്ടും. അങ്ങനെ ഞാൻ എല്ലതും ഉരുട്ടിയെടുക്കുകയാണ്.
ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് ഉണ്ടയാക്കി കിട്ടില്ല. ഈ ഒരു മെഷർമെൻറ്റിൽ എനിക്ക് 18 ലഡുവോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഈ മാലഡു ഓരോന്നെടുത്ത് വായിലിട്ടതിന് ശേഷം കണ്ണടച്ച് ഇതിൻ്റെ മധുരം ഇങ്ങനെ അലിഞ്ഞിറങ്ങുന്നത് ആസ്വദിച്ച് കഴിക്കണം. അപ്പോൾ നമുക്കിനി ദീപാവലി വരാനൊന്നും കാത്തിരിക്കണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കൂടെ? വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.